ദേ, അപ്പോൾ എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായല്ലോ. അവളിവിടെ എണീക്കുമ്പോൾ ബൽറാം എന്ന ആൾ ഇവിടെയേ ഇല്ല. അങ്ങനെയായിരിക്കും നിങ്ങൾ പെരുമാറേണ്ടത്. നീ ആ എഴുതിയ ബുക്ക്ലെറ്റ് ആ റൂം നമ്പർ 9 കൊണ്ടുവച്ചാ? എടാ, നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യണേ? ഇതൊക്കെ നമുക്ക് ചെയ്യണോ? നമുക്ക് നേരെ അവളെ ശരിയാക്കാൻ പറ്റില്ലേ? എടാ, ഡോക്ടർ പറഞ്ഞ നീയും കേട്ടതല്ലേ? ഞാൻ അവളോട് എത്രത്തോളം ക്ലോസ് ആവുന്നോ അത്രത്തോളം ഹാം അവൾക്കുണ്ടാവും. നീ പണ്ട് ചെയ്തതിനെല്ലാം നീ സോറിയും ക്ഷമയൊക്കെ ഏറ്റ് നീ പറഞ്ഞില്ലേ? പിന്നെ എന്താടാ കുഴപ്പം? ഇല്ലടാ, ഒരിക്കലും. ആസ് ഹർ ബെസ്റ്റ് ഫ്രണ്ട് or as her boyfriend ഞാൻ ഒരിക്കലും മാപ്പ് അർഹിക്കുന്ന ഒരാളല്ല. നീനും നിന്റെ കാര്യമെല്ലാം ഓക്കെ ആണല്ലോ. അമ്മായിയെ ഞാൻ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അമ്മായി വരുമ്പോഴേക്കും ചൂടൊക്കെ ആണ് കേട്ടോ. എന്നാലും ഇവന്റെ സ്വന്തം സിസ്റ്ററാണ് ഞാനെന്നറിയാതെ എന്നെ ഇത്രയും ചാരു ഹെയ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞാനിനി കുറച്ച് അരഗന്റിക്കായിട്ട് നിൽക്കാം. ഞാനൊന്ന് നോക്കട്ടെ ചാരുവിനെ തിരിച്ചെൻ്റെ ആലിസിന് കൊടുക്കാൻ പറ്റുമെന്ന്. മോനെ, നന്ദയും ചാരുവും കൂടെ പച്ചക്കറി വാങ്ങിക്കാൻ പോയിരിക്കാം. അവർ വരാൻ കുറച്ച് വൈകും. നന്ദ ചാരുവിനെ ബ്യൂട്ടി പാർലറിൽ കണ്ട് വിളിച്ചുകൊണ്ട് പോയതാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ അമ്മായി, ചോദിച്ചോ. നന്ദ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വരണം, ഇങ്ങനെയൊക്കെ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും ചോദിച്ചില്ല. ഞാനിങ്ങനെ പോന്നു. പക്ഷെ എന്തിനാ ഇതൊക്കെ ചെയ്യണേന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് മോനെ. ആൻറ്റി, ചാരുവിന് എന്താ പറ്റിയെന്ന് അറിയുന്നതിനൊക്കെ മുമ്പ് വേറെ കുറച്ച് ആൾക്കാരെ പറ്റി അറിയണം. ഞാൻ പറയാം. സാർ, എൻ്റെ കേസിന് ഇതുവരെ ഒരു തീരുമാനമൊന്നും ആയില്ല. മോളുടെ കേസോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഞാനിവിടെ എഴുതി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു എൻ്റെ കൂട്ടുകാരിയുടെ ഒരു കേസിന്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ സീനിയർ വക്കീലിനെ വിളിച്ചിരുന്നു ആ കേസിൽ. മോള് സീനിയർ വക്കീലിനോട് അവിടെ എന്താണ് സംഭവിച്ചതെന്നൊന്ന് തെളിച്ച് വ്യക്തമായിട്ട് പറയണം. അത് സാർ, എന്താ നടന്നതെന്ന് വെച്ചാൽ ഞാനും നന്ദയും ചാരുവും കൂടി ഇങ്ങനെ റോട്ടിൽ നടക്കായിരുന്നു. അപ്പോൾ നന്ദ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കെന്തോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, കൂടെ ചെല്ലണം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ചാരുവിന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെങ്ങാണ്ട് പോകണമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ചാരുവിനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കടയിൽ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ചാരുവിനെ കാണില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ചാരുവിനെ വിളിച്ചൊക്കെ നോക്കി, പക്ഷെ കിട്ടണില്ലായിരുന്നു ഫോണിൽ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചാരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. പക്ഷെ കുറേ നേരം കഴിഞ്ഞിട്ട് അവളെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ആലിസ് കയറി വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആലിസിനോട് ചോദിച്ചു ചാരു എന്തേലും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇല്ല അറിയില്ല, അവനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ചാരു അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എപ്പോഴാ നിങ്ങൾ ഈ ചാരുവിനെ കണ്ടത്? ഞങ്ങൾ അവളെ കുറേ അന്വേഷിച്ചിരുന്നു സാർ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു. ചാരു എന്ന് പറഞ്ഞൊരു കുട്ടി അവസാനം വിളിച്ചത് ആലിസിൻ്റെ ഫോണിലേക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചത്. ചാരു ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്നു. അപ്പോഴാണ് അറിഞ്ഞത് അവൾക്ക് എന്തോ നല്ലപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ദേഹം മുഴുവൻ പരിക്കാണ്. They think she was raped and അപ്പോൾ അങ്ങനെയാണോ ഈ കുട്ടിക്ക് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടതും നിങ്ങൾ വേറെന്തൊക്കെയോ പറഞ്ഞ് കുട്ടിയെ കൺവിൻസ് ചെയ്തതുമൊക്കെ? അതെ സാർ. അപ്പോൾ കുട്ടി പറഞ്ഞു വരുന്നത് ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, അത് കണ്ടുപിടിക്കണം. അതിന് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ തന്നെ വേണം, അതല്ലേ കുട്ടി പറഞ്ഞു വരുന്നത്? അല്ല, കുട്ടിയുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവർക്കൊക്കെ എന്താ ജോലി? അവരൊക്കെ എന്താ ചെയ്യുക? എന്നെ സാറിനറിയാലോ, ഞാൻ നീതു. ആസിനോ, ഞാൻ വർക്ക് ചെയ്യുന്ന CBI ഓഫീസിലാണ്. അടുത്തത് ആരോമ, അത് ബൽറാമിൻ്റെ സിസ്റ്ററാണ്, അവൾ പോലീസിലാണ്. പിന്നെ ഉള്ളത് അഭിനന്ദ, അത് എൻ്റെ അമ്മായിയുടെ മോളാണ്, അവൾ ഇപ്പോൾ ഉള്ളത് ഫോറൻസിക്കിലാണ്. അടുത്തതുള്ളത് എലിസബത്താണ്, അവൾ കോളേജിലാണ്, അവൾ ആലിസിൻ്റെ സിസ്റ്ററാണ്. അവളിതിൽ എന്തായാലും ആവശ്യം വരും, നമുക്കൊരു ബാക്കപ്പൊക്കെ ആയിട്ട് വെക്കാമല്ലോ. പിന്നുള്ളത് നവമി, അത് ഗോകുലിൻ്റെ സിസ്റ്ററാണ്,
അവള് ഒബ്സർവേഷനൊക്കെ നല്ല അടിപൊളിയാണ് അവളുടെ. പിന്നെ നന്ദ ആസ് യൂഷ്വൽ, സാറിന് അറിയാലോ അവളൊരു ഫൈറ്ററാണ്. ഇതിലൊന്നും പെടാത്ത ഒരാളും കൂടി ഉണ്ടല്ലോ, അത് സാറിന് അറിയാലോ ആരാണെന്ന്. നീനു, അതും ആലിസിൻ്റെ ഒരു സിസ്റ്റർ തന്നെയാണ്. പിന്നുള്ളത് നമ്മളുടെ കുറച്ച് ആൺപടകളാണ്, അവർക്ക് പിന്നെ എല്ലാത്തിനും ഉപയോഗപ്പെടും. ഇതിപ്പോ പറഞ്ഞു വരുമ്പോ കുറെ പേരുണ്ടല്ലോ മോളെ. ഞങ്ങളുടെ ചാരുവിന് ഇങ്ങനെ പറ്റരുതായിരുന്നു. ഇതാരാ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം സാർ. നിങ്ങളുടെ വഴിയിലല്ലേ, നിയമത്തിന്റെ വഴിയിലല്ലല്ലോ. സാർ ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം എന്ന് വെച്ചിട്ടാ ഞാൻ ഇതൊക്കെ വന്ന് പറഞ്ഞത്. മനസ്സിലായ മോളെ, എന്നാ നീ പൊക്കോ. അപ്പോ നാളെ എല്ലാരും വീട്ടിലേക്ക് വരുമോ മോൻ? ആ അമ്മായി, നാളെ എല്ലാരും കാണും. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഞങ്ങൾ എല്ലാരും വീട്ടിലെത്തിണ്ടേ.